ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദക്ഷ ഡിഫൻസ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 2024 കണ്ടക്ട് ചെയ്ത UPSC കണ്ടക്ട് ചെയ്ത CAPF AC അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എക്സാമിനാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എല്ലാ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഒരു സിംഗിൾ മാർക്ക് പോലും മിസ്സാവില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. Which one of the following statement about the solstices, an event that occurs when the sun appears to reach the most northerly or southerly, is correct? അതായത് സോൾസ്റ്റിസസ് എന്ന് പറഞ്ഞാൽ അയനാന്തങ്ങൾ. ഓക്കെ, അതായത് സൂര്യൻ ഏറ്റവും വടക്കേ ഭാഗത്തും തെക്കേ ഭാഗത്തും എത്തുന്ന പ്രതിഭാസത്തെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? The winter solstice take place in June in both the northern and southern hemisphere. അതായത് വിൻ്റർ സോൾസ്റ്റേഴ്സ് എന്താണ്, ജൂണിലാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, ബോത്ത് ദ നോർത്തേൺ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയറിൽ. അതായത് വിൻ്റർ സോൾസ്റ്റേഴ്സ് എപ്പോഴും നടക്കുന്നത് ജൂണിലാണ്, നോർത്തേണിലും സദേൺ ഹെമിസ്ഫിയറിലും ജൂണിലാണ് നടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. അതിന് നമുക്ക് ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി എന്താണ്? ദ വിൻ്റർ സോൾസ്റ്റേഴ്സ് ടേക്ക് പ്ലേസ് ഓൺ 21 December ഇൻ ബോത്ത് ദ നോർത്തേൺ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയർ. അതായത് വിൻ്റർ സോൾസ്റ്റേഴ്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് 21 ഡിസംബറിനാണ് നോർത്തേണിലും സദേൺ ഹെമിസ്ഫിയറിലും. രണ്ട് സ്ഥലത്ത് 21 ഡിസംബറിലാണ് ഒക്യൂർ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സമ്മർ സോൾസ്റ്റേഴ്സ് ഒക്യൂർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺ 21 June ആൻഡ് ഓൺ 21 December ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സോൾസ്റ്റേഴ്സ് ഒക്യൂർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അതായത് സമ്മർ സോൾസ്റ്റേഴ്സ് ഒക്യൂർ ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് 21 ജൂണിന്, ആൻഡ് ഓൺ 21 December ഇൻ ദ സൗത്തേൺ. പക്ഷേ അത് സമ്മർ സോൾസ്റ്റേഴ്സ് സദേൺ ഹെമിസ്ഫിയറിൽ എന്നാണ് 21 December ആണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, ദ സമ്മർ സോൾസ്റ്റേഴ്സ് ഒക്യൂർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺ 21 December ആൻഡ് 21 June ഇൻ സദേൺ ഹെമിസ്ഫിയർ. അതായത് സമ്മർ സോൾസ്റ്റേഴ്സ് ഒക്യൂർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നാണ് 21 ഡിസംബറിലാണെന്നും ആൻഡ് 21 ജൂണിൽ സദേൺ ഹെമിസ്ഫിയറിലാണെന്നുമാണ് പറഞ്ഞത്. 4 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ ശരിയെന്ന് നമുക്കറിയില്ല. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് നോക്കിയാലോ. അത് നമുക്ക് പഠിക്കേണ്ട കുറച്ച് ബേസിക്സ് ആണ്. മൂവ്മെൻറ്റ് ഓഫ് എർത്ത് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്? പ്രധാനമായും 2 തരത്തിൽ. ഓക്കെ, ഇത് വളരെ ബേസിക് ആണ്, പക്ഷേ നമുക്കത് പറയാൻ പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, മൂവ്മെൻറ്റ് ഓഫ് എർത്ത്. ഈ മൂവ്മെൻറ്റ് ഓഫ് എർത്ത് പ്രധാനമായും 2 തരത്തിലാണ്. ഒന്ന് റെവല്യൂഷൻ, പിന്നെ റൊട്ടേഷൻ. അപ്പോൾ റെവല്യൂഷൻ എന്താണ്? എർത്ത് മൂവ്സ് അറൗണ്ട് സൺ, അതായത് സൂര്യനെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റൊട്ടേഷൻ ഓഫ് എർത്ത് എന്താണ്? എർത്ത് സ്പിൻ ഇൻ ഇമാജിനറി ആക്സിസ്. അതായത് ഒരു ആക്സിലുണ്ട് എർത്തിന്. ഓക്കെ, ആ ആക്സിൽ എർത്ത് കറങ്ങുകയാണ്. ഓക്കെ, എർത്ത് സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം തന്നെ എർത്ത് സ്വയം കറങ്ങുന്നുമുണ്ട്. അതാണ് റൊട്ടേഷൻ ഓഫ് എർത്ത്. റൊട്ടേഷൻ ഓഫ് എർത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊട്ടേഷൻ ഓഫ് എർത്ത് ദ ഡയറക്ഷൻ ഈസ് വെസ്റ്റ് ടു ഈസ്റ്റ്. അതായത് ഭൂമി കറങ്ങുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. ഓക്കെ, വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് ഭൂമി കറങ്ങുന്നത്. ഈ ഭൂമി കറങ്ങാൻ അതായത് ഭൂമിക്ക് ഒരു വട്ടം സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 23 hours 56 minutes 4 seconds ആണ്. അതായത് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡുമാണ് എടുക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെ ഭൂമി കറങ്ങുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫക്ട്സ് ഉണ്ട്. അതായത് ഭൂമി റൊട്ടേഷൻ ചെയ്യുന്നതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ്. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഭൂമി റൊട്ടേഷൻ ചെയ്യുന്നുള്ളത്. അതായത് ഡേ ആൻഡ് നൈറ്റ്. ഭൂമി സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡേയും വരും നൈറ്റും വരും. ദ സൈഡ് ഫേസിങ് ദ സൺ എക്സ്പീരിയൻസ് ദ ഡേ. അതായത് സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് ഡേ ആയിട്ടും ഫീൽ ചെയ്യും, ഓപ്പോസിറ്റ് സൈഡ് നൈറ്റ് ആയിട്ടും ഫീൽ ചെയ്യും. ഓക്കെ, സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് ഡേ ആയിട്ടും ഓപ്പോസിറ്റ് സൈഡ് നൈറ്റ് ആയിട്ടും ഫീൽ ചെയ്യും. ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് ഓഷ്യൻ കറൻസ്. അതായത് നമ്മുടെ ഭൂമിയുടെ
ഈ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഈ കാറ്റിൻ്റെ ഗതി മാറുന്നതും പിന്നെ ഓഷ്യൻ കറണ്ടിനും കാരണമാകുന്നത് ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വിൻഡ് ബെൻഡ് ആവുന്നതുകൊണ്ടാണ്. ബിക്കോസ് ദ എർത്ത് റൊട്ടേറ്റ്സ് സയൻറ്റിഫിക്കലി ദ വിൻഡ്സ് ഗെറ്റ് ബെൻഡ്. ഓക്കെ, എന്താണ് വിൻഡ്സ് ഗെറ്റ് ബെൻഡ് ബിക്കോസ് എർത്ത് റൊട്ടേറ്റ് വിൻഡ്സ് ബെൻഡ്. അത് കാരണമാണ് എന്ത് ഈ ഓഷ്യൻ കറണ്ടുകളും ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വിൻഡ്, അതായത് കാറ്റിൻ്റെ ഗതി മാറാനുള്ള കാരണമൊക്കെ അതാണ്. ഓക്കെ, ഓഷ്യൻ കറണ്ട് ചേഞ്ച് ഡയറക്ഷൻ ദിസ് ഡ്യൂ ടു, അപ്പോൾ ഈ ഓഷ്യൻ കറണ്ടും ഈ വിൻഡിൻ്റെ ഡയറക്ഷനൊക്കെ കാരണമാണ് കോറിയോളിസ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, എന്താണ് ഓഷ്യൻ കറണ്ടും ഈ ചേഞ്ച് ഡയറക്ഷനും അത് വിൻഡിൻ്റെ ഗതിമാറ്റമൊക്കെ കാരണമാണ് കോറിയോളിസ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഏറ്റവും വെയിലിറക്കം കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ ഈ വെയിലിറക്കത്തിനും കാരണമാകുന്നത് ഈ റൊട്ടേഷനാണ്, റെഗുലർ റൊട്ടേഷനാണ് ഈ റെഗുലർ ടൈഡ്സിന് കാരണം. അതായത് സ്ഥിരമായുള്ള വെയിലിറക്കത്തിനും കാരണം എന്താണ്, അതും റൊട്ടേഷനാണ്. സോ റൊട്ടേഷൻ എന്തൊക്കെയാണ്, ഓഷ്യൻ കറണ്ട് ഉണ്ടാവാനുള്ള കാരണമാകുന്നു ഈ ഓഷ്യൻ കറണ്ടും കാറ്റിൻ്റെ ഗതിമാറ്റവും കാരണം കോറിയോളിസ് എഫക്റ്റ് ഉണ്ടാകുന്നു. ഈ റൊട്ടേഷൻ കാരണമാണ് റെഗുലർ ടൈഡ്സ്, അതായത് കൃത്യമായ വേലിയിറക്കവും വേലിയേറ്റവും ഉണ്ടാകുന്നത്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സോ അടുത്തതാണ് റവല്യൂഷൻ ഓഫ് എർത്ത്. റവല്യൂഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അതായത് മനസ്സിലാക്കേണ്ട പോയിന്റ് പറഞ്ഞാൽ എർത്ത് സണ്ണിനെ ചുറ്റുന്നുണ്ട്. ഈ ചുറ്റുന്ന വലം വയ്ക്കുന്നത് ഒരു ഓർബിറ്റിലാണ്. ആ ഓർബിറ്റിൻ്റെ പേരാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. സോ എന്താണ് ഓർബിറ്റിൻ്റെ പേര്, എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അത് ഓർത്ത് വയ്ക്കുക, എലിപ്റ്റിക്കൽ ഓർബിറ്റ്. സോ ഇതിനൊരു ടൈം എടുക്കും. ഓക്കെ, ടൈം ടേക്കൺ എത്രയാണ്, 365 ഡേയ്സും 5 hours 48 minutes 45 seconds. ഒരു എക്സാക്ട് ടൈമാണ്. ഓക്കെ, അതായത് നമ്മൊരു കൊളോക്കിൽ പറയുകയാണെങ്കിൽ 365 ദിവസവും 6 minutes. ഓക്കെ, അത് കറക്റ്റ് പറയുകയാണെങ്കിൽ 365 days 5 hours 48 minutes 45 seconds. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ് വെച്ചാൽ ഈ എക്സ്ട്രാ ടൈം ഇതാണ് നമുക്ക് ലീപ്പ് ഇയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ 4 വർഷം കൂടുമ്പോൾ ഈ എക്സ്ട്രാ ടൈം, അതായത് ഈ 5 hours 45 minutes 45 seconds ആണ് ലീപ്പ് ഇയറായി മാറുന്നത്. ഓക്കെ, സോ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫക്ട്സ് ഓഫ് റെവല്യൂഷൻ. ഈ റെവല്യൂഷൻ കാരണം, അതായത് സൂര്യനെ ഭൂമി വലം വയ്ക്കുന്നത് കാരണം ഉണ്ടാവുന്നതാണ് സീസൺസ്. ഓക്കെ, സീസൺസ്, സമ്മർ, വിൻ്റർ, അതായത് എല്ലാ തരം കാലാവസ്ഥയ്ക്കും കാരണം ഈ റെവല്യൂഷനാണ്. ഓക്കെ, ഈ സമ്മറും വിൻ്ററും വേനൽക്കാലവും മഴക്കാലവും തണുപ്പ് കാലവും ഒക്കെ വരാൻ കാരണം ഈ സീസൺസ് മൊത്തം കാരണം എന്താണ്, റെവല്യൂഷനാണ്. ഓക്കെ, സൂര്യനെ ഭൂമി വലം വയ്ക്കുന്നതുകൊണ്ടാണ് റെവല്യൂഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു എഫക്റ്റാണ് വേരിയേഷൻ ഇൻ ഡേ ആൻഡ് നൈറ്റ്. ഡേ ബിക്കംസ് ലോങ്ങർ ഇൻ സം മന്ത്സ് ഷോർട്ടർ ഇൻ അതേഴ്സ്. അതായത് ഇതാണത് വേരിയേഷൻ ഇൻ ഡേ ആൻഡ് നൈറ്റ്സ്. അതായത് നമ്മൾ ചില ദിവസം ഡേയ്സ് കുറച്ച് കൂടുതലായിരിക്കും, മന്ത്സ് കുറച്ച് വ്യത്യാസപ്പെട്ടും, അങ്ങനെ ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും ലോങ്ങറും ഷോർട്ടറുമായിട്ട് നിൽക്കാറുണ്ട്. സോ അതിനൊക്കെ കാരണം റെവല്യൂഷനാണ്. പിന്നെ സോൾസ്റ്റേസ് ആൻഡ് ഇക്വിനോക്സ്. സോൾസ്റ്റേസ് പറഞ്ഞാൽ നമ്മളെന്താണ്, ഏറ്റവും വടക്കേ അറ്റത്തും അതായത് സൂര്യൻ ഏറ്റവും വടക്കേ അറ്റത്ത് എത്തുന്നതും ഡേ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രതിഭാസമൊക്കെയാണ് സോൾസ്റ്റേസ്. ഇക്വിനോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഡേയും നൈറ്റും ഈക്വൽ ആവുന്ന പ്രതിഭാസമാണ് ഇക്വിനോക്സ് എന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കാം. സോ ഈ സോൾസ്റ്റേസും ഇക്വിനോക്സിനും കാരണം എന്താണ്, റെവല്യൂഷൻ ഓഫ് എർത്ത് ആണ്. ദിസ് ഓൾ ഹാപ്പൻസ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, ഓക്കെ, അടുത്ത മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എർത്ത് ടിൽറ്റ്. അതായത് എർത്തിനൊരു ടിൽറ്റ് ഉണ്ട്. ഈ ടിൽറ്റിൽ കാണുന്ന ടിൽറ്റ് ഓഫ് എർത്ത്, ഈ എന്താ പറയുക, ആക്സിസ് ആണ്. ഇതൊരു ചെറിയൊരു ഒരു ആംഗിൾ ഡിഫറൻസ്, അതായത് 23.5 ഡിഗ്രി ആംഗിളിൽ ഇതിങ്ങനെ ചെറുതായിട്ട് ചെരിഞ്ഞിട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, ഈ ടിൽറ്റ് ഈ ആക്സിസ് ഉള്ളത് കൊണ്ടാണ് എർത്തിൻ്റെ റൊട്ടേഷൻ നടക്കുന്നത്. സോ എർത്ത് ടിൽസ് ഓഫ് എർത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എർത്ത്സ് ആക്സിസ് ഈസ് ടിൽറ്റ് ബൈ 23 പോയിൻറ്റ്. അപ്പോൾ ഈ എർത്ത് ടിൽറ്റിൻ്റെ ആക്സിസിൻ്റെ ആംഗിൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 23.5 ഡിഗ്രിയാണ്. ഓക്കെ, 23.5 ഡിഗ്രി. ഓക്കെ, സോ ഈ ഒരു ചെരുവ്, ഈ ഒരു ആക്സിസ് ഇല്ലെങ്കിൽ സീസണേ ഉണ്ടാവില്ല. കാരണം ദിസ് ഈസ് എ മെയിൻ റീസൺ ഫോർ സീസൺ, സോൾസ്റ്റൈസ്, ഇക്വിനോക്സ്, ലോങ്ങസ്റ്റ് ഡേ, ഷോർട്ടസ്റ്റ് ഡേ. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണ്, ഈ ആക്സിസ് ആണ്. ഈ ടൈൽറ്റാണ്. ഇതിൻ്റെ ആംഗിൾ എത്രയാണ്, 23.5 ഡിഗ്രി ആയിരുന്നു, നമ്മൾ പഠിച്ചതാണ്. സോ വിത്തൗട്ട് ടിൽറ്റ് നോ സീസൺ. ഓക്കെ, വിത്തൗട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സുകളാണ്. അതായത് പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ,
അതായത് ഇക്വേറ്റർ എങ്ങനെ നമ്മുടെ ഭൂമിനെ മൊത്തം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമി ഇതാണെങ്കിൽ ഭൂമിയുടെ നടുക്കൂടെ പോണ വരെയാണ് ഇക്വേറ്റർ. ഓക്കെ, ഇക്വേറ്റർ ആണ് 0 ഡിഗ്രി. ഓക്കെ ഓക്കെ ഇക്വേറ്റർ എന്താണ് 0 ഡിഗ്രി. ഇതിൻ്റെ മുകളിലുള്ള ഇവിടെയുള്ള ഭാഗമാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, അതാണിത്. ഓക്കെ, ഇത് ഈ വരെയാണ് 23.5. ഓക്കെ, പിന്നുള്ളത് അപ്പോൾ സണ്ണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സണ്ണ്, അതായത് സൂര്യൻ നേരെ ഇതിൻ്റെ നേരെ മുകളിൽ വരുന്ന സമയമാണ് 21 ജൂൺ. ഓക്കെ, അതായത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതായത് 23.5 നോർത്തിൽ, അതായത് കറക്റ്റ് ഈ ഭാഗത്ത് സൂര്യൻ കറക്റ്റ് ഓവർ ഹെഡിൽ വരുന്ന സമയമാണ് 21 ജൂൺ. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതാണ് ഈ താഴത്തെ ഭാഗമാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇത് 23.5 ഡിഗ്രി സൗത്താണ്. ഓക്കെ, ഈ 23.5 ഡിഗ്രി സൗത്തിൽ സൂര്യൻ കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വരുന്ന സമയം, അതായത് ഓവർ ഹെഡായിട്ട് കറക്റ്റ് മുകളിൽ വരുന്ന സമയമാണ് 22 ഡിസംബർ. ഓക്കെ, അതെന്താണ് 22 ഡിസംബർ. അപ്പോൾ അത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്താണ് സോൾസ്റ്റേഴ്സ്. ഓക്കെ, ഒരു മിനിറ്റ് ഞാനൊന്ന് കളയട്ടെ. സോൾസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് സൺ റീച്ച്, അതായത് സൂര്യൻ ഈ നോർത്ത് പൊസിഷൻ്റെയോ സൗത്ത് പൊസിഷൻ്റെയോ ഏറ്റവും മാക്സിമത്തിൽ എത്തുന്ന സമയമാണ് സോൾസ്റ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നോർത്തും സൗത്തും 2 ഭാഗങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ആ രണ്ട് സോൾസ്റ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, ദർ ആർ 2 സോൾസ്റ്റേഴ്സ്. ഓക്കെ, ദർ ആർ 2 സോൾസ്റ്റേഴ്സ്, സമ്മർ സോൾസ്റ്റേഴ്സ് ആൻഡ് വിൻ്റർ സോൾസ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് സമ്മർ സോൾസ്റ്റേഴ്സും വിൻ്റർ സോൾസ്റ്റേഴ്സും വിശദമായിട്ട് നോക്കാം. ഓക്കെ, ആദ്യം സമ്മർ സോൾസ്റ്റേഴ്സ്. ഇതാണ് സമ്മർ സോൾസ്റ്റേഴ്സ്. സമ്മർ സോൾസ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ സമ്മർ സോൾസ്റ്റേഴ്സിനെ പറയുന്ന ഡേറ്റാണ് 21 ജൂൺ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നോട്ട് ചെയ്യുക. ഓക്കെ, 21 ജൂൺ. സൺ ഓവർ ഹെഡ് അറ്റ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, നമ്മളിപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പഠിച്ചാൽ നോർത്തിലാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ഏറ്റവും നേരെ തലയ്ക്ക് മുകളിൽ എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെ മുകളിൽ വരുന്ന സമയമാണ് ഓവർ ഹെഡ് എന്ന് പറയുക. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസറാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സണ്ണ് കറക്റ്റ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് ഓവർ ഹെഡായിട്ട് വരുന്ന സമയമാണ് 21 ജൂൺ. സോ എഫക്റ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അങ്ങനെ ഈ ഓവർ ഹെഡായിട്ട് വരുന്ന സമയത്ത് എന്താണ് എഫക്റ്റ് സംഭവിക്കുന്നത് അറിയാം നോർത്തേൺ ഹെമിസ്ഫിയറിൽ? അത് ലോങ്ങസ്റ്റ് ഡേ ആയിട്ട് മാറും. ഓക്കെ, ഷോർട്ടസ്റ്റ് നൈറ്റ്, അതെന്തായിരിക്കും? ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും. അതൊരു സമ്മർ സീസണും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് സതേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സീസണും ആയിരിക്കും. സോ അതാണ് ഇതിലെ കുടുക്ക്. നമ്മളെല്ലാവരും മിസ്റ്റേക്ക് ചെയ്യാൻ പോണ പോയിൻ്റ് അതാണ്. എഫക്റ്റ് ഇൻ സതേൺ ഹെമിസ്ഫിയർ ഇത് വിൻ്റർ സീസണിലായിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക. സോ നമ്മളെന്താ മനസ്സിലാക്കിയത് വെച്ചാൽ 21 ജൂണാണ് സമ്മർ സോൾസ്റ്റേഴ്സ്. അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിട്ട് സൺ വരുന്ന സമയം. സോ ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വലിയ ലോങ്ങസ്റ്റ് ഡേ ആണ്, ഷോർട്ടസ്റ്റ് നൈറ്റ് ആണ്, അതൊരു സമ്മർ സീസൺ ആയിരിക്കും. പക്ഷേ ഈ സമയത്ത്, അതായത് 21 ജൂണിൽ അവിടെ സമ്മർ സോൾസ്റ്റേഴ്സ് നടക്കുന്ന സമയത്ത് ഇവിടെ വിൻ്റർ സീസൺ ആയിരിക്കും. എവിടെ? സതേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സീസൺ ആയിരിക്കും. സോ ഇതാണ് മനസ്സിലാക്കേണ്ട പോയിൻറ്റ്. നമുക്കടുത്ത വിൻ്റർ സോൾസ്റ്റേഴ്സ് നോക്കാം. ഓക്കെ, സോ എന്താണ് വിൻ്റർ സോൾസ്റ്റേഴ്സ്? ഓക്കെ, ഇതാണ് വിൻ്റർ സോൾസ്റ്റേഴ്സ്. വിൻ്റർ സോൾസ്റ്റേഴ്സ് അതായത് ഡേറ്റ് 22 ഡിസംബർ. ഓക്കെ, സൺ ഓവർ ഹെഡ് അറ്റ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതായത് സമ്മർ സോൾസ്റ്റേഴ്സിൽ എവിടെയായിരുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരുന്നു. ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ. ഓക്കെ, അത് ഡേറ്റ് 22 ഡിസംബർ. എല്ലാവരും മാർക്ക് ചെയ്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് 22 ഡിസംബർ. ഓക്കെ, 22 ഡിസംബർ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ. എഫക്റ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇത് കാരണം എന്താണ് എഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും, ലോങ്ങസ്റ്റ് നൈറ്റ് ആയിരിക്കും, വിൻ്റർ സീസൺ ആയിരിക്കും ഈ ടൈമിൽ. ഓക്കെ, ഈ ടൈമിൽ എന്തായിരിക്കും? വിൻ്റർ സീസൺ. പക്ഷേ ഈ സമയത്ത് സതേൺ ഹെമിസ്ഫിയറിൽ ഈ വിൻ്റർ സോൾസ്റ്റേഴ്സ് നടക്കുമ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആയിരിക്കും. അതായത് അവിടെ എന്ത് നടക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നടക്കുക. ഓക്കെ, അപ്പോൾ അവിടെ സമ്മർ ആണെങ്കിൽ വിൻ്റർ ആയിരിക്കും, ഇവിടെ വിൻ്റർ ആണെങ്കിൽ അവിടെ സമ്മർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 22 ഡിസംബറിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സീസൺ ആണെങ്കിൽ അതേ സമയത്ത് സതേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? സമ്മർ സീസൺ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഇതൊക്കെ പഠിച്ചാലേ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേ ഏതാണ്? 22 ഡിസംബറും. ഏറ്റവും ലോങ്ങസ്റ്റ് ഡേ ഏതാണ്? 21 ജൂണുമാണ്. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി ഇക്വിനോക്സ് നോക്കിയാലോ? ഇക്വിനോക്സ്. അപ്പോൾ എന്താണ്? നമുക്ക് ഇക്വിനോക്സ് നോക്കാം. ഇക്വിനോക്സ് എന്ന പ്രതിഭാസം എന്തെന്ന് നോക്കാം നമുക്ക്. അതായത് ഇക്വിനോക്സ് ഇത്ര വൃത്തിക്കൊന്നും ചെയ്തേക്കാം. ഇക്വിനോക്സ് എന്താണ്? ഇക്വിനോക്സ് മീനിങ് ഡേ ആൻഡ് നൈറ്റ് ബിക്കംസ് ഈക്വൽ എവരിവെയർ. അതായത് ഡേയും നൈറ്റും ഈക്വലാണ്.
ഡേയും നൈറ്റും ഈക്വൽ ആകുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഇക്വൽ. നമ്മളിപ്പോൾ 21 ജൂൺ എന്ന് പറഞ്ഞു ലോങ്ങസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞു, 22 ഡിസംബർ ഷോർട്ടസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞു. അത് കാരണം എന്താണ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും സൺ ഓവർഹെഡായിട്ട് സൺ കറക്റ്റ് മുകളിൽ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. സോ അതുപോലെ സണ്ണ് ഇക്വേറ്ററിൽ, അതായത് ഇക്വേറ്ററിൻ്റെ ഓവർഹെഡ്, ഇക്വേറ്ററിൻ്റെ നേരെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഇക്വനോക്സ്. അപ്പോൾ എന്താണ്, ഇക്വേറ്ററിൻ്റെ മുകളിൽ, അതായത് സൺ ഈസ് ഓവർഹെഡ് അറ്റ് ഇക്വേറ്റർ, ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നടക്കുന്ന പ്രതിഭാസമാണ് ഇക്വനോക്സ്. അപ്പോൾ 2 ഇക്വനോക്സ് ആണുള്ളത്, ബെർണൽ ഇക്വനോക്സും ഓട്ടോണോമൽ ഇക്വനോക്സും. ബെർണൽ ഇക്വനോക്സ് 21 മാർച്ചിനും 21 ഓട്ടോണോമൽ ഇക്വനോക്സ് 23 സെപ്റ്റംബറിനുമാണ്. ഓക്കെ, ഈ ഇക്വനോക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് നമ്മൾ പറഞ്ഞു. നൈദർ ഹെമിസ്ഫിയർ ടൈറ്റിൽഡ് എറൗണ്ട് സൺ സ്ട്രോങ്ലി, അതായത് 2 സൈഡും, അതായത് നോർത്ത് സൈഡും സൗത്ത് സൈഡിലേക്കും ഈക്വലായിട്ട് പ്രകാശം കിട്ടുന്ന, സൂര്യൻ എങ്ങോട്ടും കൃത്യമായി ചായവില്ലാതെ ഈക്വലായിട്ട് 2 സൈഡിലേക്കും കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് പറയുന്നവരാണ്, അതായത് അതാണ് പറയുന്നത് നൈദർ ഹെമിസ്ഫിയർ ടൈറ്റിൽഡ് ടുവേർഡ് സൺ സ്ട്രോങ്ലി. ഓക്കെ, പിന്നെ മോഡറേറ്റ് ക്ലൈമറ്റ്, അതായത് വളരെ മിതമായ ക്ലൈമറ്റും. ഇതൊക്കെയാണ് ഇക്വനോക്സിൻ്റെ പ്രതിഭാസങ്ങൾ, അല്ല ഇക്വനോക്സ് നടക്കുന്ന സമയത്ത് എഫക്റ്റുകൾ. ഓക്കെ, അപ്പോൾ ഇക്വനോക്സ് എന്താണ്, ഡേയും നൈറ്റും ഈക്വൽ ആവുന്ന ദിവസം. അതെന്തുകൊണ്ടാണ് കാരണം, ഇക്വേറ്ററിൻ്റെ തലയ്ക്ക് മുകളിൽ കറക്റ്റ് സൂര്യൻ വരുന്നതുകൊണ്ട്. സോ രണ്ട് തരം ഇക്വനോക്സ് ആണുള്ളത്, ബെർണൽ ഇക്വനോക്സും ഓട്ടോണോമൽ ഇക്വനോക്സും. ബെർണൽ ഇക്വനോക്സ് 21 മാർച്ചിനും ഓട്ടോണോമൽ ഇക്വനോക്സ് 23 സെപ്റ്റംബറിനുമാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വിശദമായിട്ട് ക്വസ്റ്റിലേക്ക് കിടക്കാം. സോ നമ്മൾ തന്നെ പഠിച്ച കാര്യം ഒന്ന് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഒന്ന് റാപ്പിഡായിട്ട് നോക്കാം. ഓക്കെ, ആദ്യമായിട്ടുള്ളത് ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ആണ്. സോ ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് ഡേയും ഏതൊക്കെയാണ്, ഇത്രയാണ്. ഓക്കെ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ 21 ജൂൺ. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ 21 ജൂണാണ് ലോങ്ങസ്റ്റ് ഡേ. ഷോർട്ടസ്റ്റ് നൈറ്റാണത് ലോങ്ങസ്റ്റ് ഡേ 20. ഈ നോർത്തേൺ ഹെമിസ്ഫിയർ തന്നെ 22 ഡിസംബർ ഷോർട്ടസ്റ്റ് ഡേ ആണ്, ലോങ്ങസ്റ്റ് നൈറ്റുമാണ്. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അതേ സ്ഥാനത്ത് സതേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം 21 ജൂൺ അവിടുത്തെ ഷോർട്ടസ്റ്റ് ഡേ ആണ്. ഓക്കെ, 22 ഡിസംബർ അത് ലോങ്ങസ്റ്റ് ഡേ ആണ്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണോ ലോങ്ങസ്റ്റ് ഡേ അത് സതേൺ ഹെമിസ്ഫിയർ എത്തുമ്പോഴേക്കും ഷോർട്ടസ്റ്റ് ഡേ മാറും. സോ അത് ഇവിടെ രണ്ടും ഓപ്പോസിറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. സോ അത് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. അത് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലീപ്പ് ഇയർ. ഓക്കെ, എന്താണ് ലീപ്പ് ഇയർ? ലീപ്പ് ഇയർ എന്ന് നോക്കാം. ലീപ്പ് ഇയർ എർത്ത് ടേക്ക് 365 ഡേയ്സ് എക്സ്ട്രാ 6 hours. ഓക്കെ, അതായത് 365 ദിവസം 6 മണിക്കൂറുമാണ് ഒരു വട്ടം റെവല്യൂഷൻ ചെയ്യാൻ എടുക്കുന്ന സമയം. റെവല്യൂഷൻ അതായത് സൂര്യന് ചുറ്റും വലം വെക്ക് എടുക്കുന്ന സമയം. ഓക്കെ, എവരി 4 years ഈ 6 hours ആഡായി അതൊരു എക്സ്ട്രാ 1 day ആയി മാറും. ഓക്കെ, ആ ഡേ ആണ് ഫെബ്രുവരി 29 ആയിട്ട് 4 വർഷം കൂടുമ്പോൾ ആഘോഷിക്കുന്നത്. സോ ദാറ്റ് ഡേ വാസ് ലീപ്പ് ഇയർ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അനദർ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, അതായത് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. എർത്ത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സർക്കിളിലല്ല എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എർത്ത് ഒരിക്കലും മൂവ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സി സർക്കിളിലല്ല മൂവ് ചെയ്യുന്നത്. ഇറ്റ് മൂവ്സ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഓടുന്നത്. അതൊരു കൃത്യമായ പെർഫെക്റ്റ് സർക്കിളല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്തിനാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. ഓക്കെ, ഇറ്റ്സ് മൂവിങ് ഓൺ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു UPSC സ്റ്റേറ്റ്മെൻറ്റ് ആണ് കേട്ടോ. അത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അതായത് ദ വിൻ്റർ സോൾസ്റ്റിസ് ടേക്ക് പ്ലേസ് ഇൻ ജൂൺ ഇൻ ബോത്ത് ദ നോർത്തേൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ നമ്മൾ പറഞ്ഞത്, വിൻ്റർ സോൾസ്റ്റിസ് ടേക്ക് പ്ലേസ് ഇൻ ജൂണിൻ ബോത്ത് നോർത്ത് ആൻഡ് സതേൺ. അതായത് വിൻ്റർ സോൾസ്റ്റിസ് ജൂണിൽ നോർത്തിലും സൗത്തിലും ഒരുപോലെയാണ് സംഭവിക്കുന്നതാണ് പറയുന്നത്. അത് തെറ്റല്ലേ, നമ്മൾ പഠിച്ചതല്ലേ, രണ്ടിലും ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുക. സൗത്തിൽ എന്താണ് നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നോർത്തിൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ നോർത്തിൽ വിൻ്റർ ആണെങ്കിൽ സൗത്തിൽ എന്തായിരിക്കും, സൗത്തിൽ സമ്മർ ആയിരിക്കും. സോ അത് തെറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ആൻസർ തെറ്റാന്ന് മനസ്സിലായി. നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ആക്ച്വൽ സിറ്റുവേഷൻ, ഹെമിസ്ഫിയർ സീസൺ ഓൺ 21 ജൂൺ, നോർത്ത് ഏണിൽ സമ്മറും സതേണിൽ വിൻ്റർ ആയിരിക്കും. കണ്ടോ, നോർത്ത് ഏണിൽ സമ്മർ ആണെങ്കിൽ സതേണിൽ വിൻ്റർ ആയിരിക്കും. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കംസ് ഫാൾസ്. അതുകൊണ്ട് എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. സോ നമ്മൾ പഠിച്ചത് എളുപ്പമായില്ല. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, സോ അടുത്തതും സെയിം ആസ് നേരത്തെ ഉള്ള പോലത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്.
ഇതിൽ എന്താ കൊടുത്തിരിക്കുന്നത്, ഒരു മിനിറ്റ്, സോറി. ദ വിൻ്റർ സോൾസ്റ്റിസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ വിൻ്റർ സോൾസ്റ്റിസ് ടേക്സ് പ്ലേസ് ഓൺ 21st December ഇൻ ബോത്ത് ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ സോൾസ്റ്റിസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് 21st December നോർത്തേണിലും സദേണിലും അതായത് നോർത്തേണിലും സദേണിലും December 21st എന്താണ് വിൻ്റർ സോൾസ്റ്റിസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഡേറ്റ് തെറ്റാണ്. December 21st ഇല്ല, December 22 ആണ്, 22nd നമ്മൾ പഠിച്ചതാണല്ലോ. പിന്നെ നോർത്ത് സദേണിലും ഒരിക്കലും ഒരേ വിൻ്ററോ അല്ലെങ്കിൽ ഒരേ സമ്മറോ വരത്തില്ല. രണ്ട് കാരണം കൊണ്ട് തെറ്റാണിത്. സോ ഡിസംബർ ഈസ് നോട്ട് വിൻ്റർ ആൻഡ് ബോത്ത് ഹെമിസ്ഫിയർ. സോ അപ്പോൾ നമ്മൾ ആക്ച്വൽ സിറ്റുവേഷൻ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആക്ച്വൽ സിറ്റുവേഷൻ ഹെമിസ്ഫിയർ സീസൺ ഈസ് 22 December. നോർത്തേൺ ആകുമ്പോൾ വിൻ്റർ, സദേൺ ആകുമ്പോൾ സമ്മർ. ഇത് നേരത്തെ ഉള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതേപോലത്തെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫാൾസ് ആണ്, നമ്മൾ തെളിയിച്ചു. സോ ഓപ്ഷൻ സി, ദ സമ്മർ സോൾസ്റ്റിസ് occurred in the northern hemisphere on 21st June and on 22 December in the southern hemisphere. അതായത് സമ്മർ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 21 ജൂണിലും അതേ സമ്മർ സൗതേൺ ഹെമിസ്ഫിയറിൽ 22 ഡിസംബറിലാണെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് പോയിൻ്റ് എന്ന്? നമ്മൾ പഠിച്ചത് മറന്നു എല്ലാവരും. നമ്മൾ പഠിച്ചത് ഒരു മിനിറ്റ്, ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ദ സമ്മർ സോൾസ്റ്റിസ് occurred in the northern hemisphere on 21 June and 22 December in southern hemisphere. നമ്മൾ എന്താ പഠിച്ചത്? നമുക്കിത് നോക്കാം. ഓക്കെ, 21 ജൂണിൽ സൺ ഓവർഹെഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ സണ്ണ് വരും. അപ്പോൾ അത് ലോങ്ങസ്റ്റ് ഡേ ആണ് സമ്മർ സീസൺ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അതേസമയത്ത് സദേൺ ഹെമിസ്ഫിയറിലോ 22 ഡിസംബറിനാണ് സണ്ണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിൽ വരും. നമ്മൾ നേരത്തെ പഠിച്ചതാണത്. അപ്പോൾ അതാണ് സമ്മർ സീസൺ. അപ്പോൾ 21 ജൂണും കറക്റ്റാണ്, 22 ഡിസംബറും കറക്റ്റാണ്. അപ്പോൾ രണ്ടും സെയിം, രണ്ടും ഈ 21. അപ്പോൾ ഈ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള 2 പോയിൻറ്റും കറക്റ്റാണ്. സോ ഓപ്ഷൻ സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്ക് ഓപ്ഷൻ സി ടിക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് ഓപ്ഷൻ ഡി കൂടി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡിയുടെ മിസ്റ്റേക്ക് എന്താ കൂടി നമുക്ക് പഠിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. വളരെ സിമ്പിൾ അല്ലേ ഇത്? സോ അടുത്ത ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the summer solstice occurred in the northern hemisphere 21st December and 21st June in the northern hemisphere. സോ ഇതിൻ്റെ ഡേറ്റ് തന്നെ തെറ്റാണ്, 21st December അല്ല, 22 December ആണ്. സോ അപ്പോൾ തന്നെ ഓപ്ഷൻ റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നോർത്തേൺ ഹെമിസ്ഫിയർ സമ്മറിലും സദേൺ ഹെമിസ്ഫിയർ വിൻ്ററും, അത് രണ്ടും എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് ഓപ്ഷനും ഇതിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഓപ്പോസിറ്റ് ആണല്ലോ. അതുകൊണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടെ ആക്ച്വൽ ഫാക്ട് കൊടുത്തിട്ടുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയി കഴിഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും. സോ അവിടെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് മിസ്റ്റേക്ക് തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. ഡേറ്റും തെറ്റാണ്, ആൻസർ തെറ്റാണ്. സോ ഓപ്ഷൻ ഡി അല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഡി ഫുള്ളായിട്ട് തെറ്റാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ. ഇപ്പോൾ ഇത് എങ്ങനെ വന്നതെന്നും എങ്ങനെ കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല വ്യക്തമായിട്ട്. നമുക്കിത് പഠിച്ചത് മൊത്തം സൂപ്പറായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, മൊത്തമായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം റൊട്ടേഷനാണ് എന്ത് ഡേ ആൻഡ് നൈറ്റിന് കാരണമാകുന്നത്. റെവല്യൂഷൻ എന്തായിരുന്നു? കോസസ് സീസൺ, അതായത് സീസണിന് കാരണം റെവല്യൂഷൻ ആയിരുന്നു. റെവല്യൂഷൻ എന്തുണ്ടായിരുന്നു? ഒരു ടിൽറ്റ് ഉണ്ടായിരുന്നു, ഒരു ആക്സസ് ഉണ്ടായിരുന്നു. 23.5 ഡിഗ്രി ആയിരുന്നു ആക്സസിൻ്റെ ഇത്. അതാണ് സോൾസ്റ്റിസിനും ഇക്വിനോക്സിനും കാരണമാകുന്നത്. പിന്നെ 21 ജൂണിൻ്റെ പ്രത്യേകം എന്തായിരുന്നു? സൺ ഓവർഹെഡ് അറ്റ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ സണ്ണ് വരുന്ന ദിവസം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഡേ വരുന്ന ദിവസം. അടുത്ത നമ്മൾ പഠിച്ച 22 ഡിസംബർ എന്തായിരുന്നു? സണ്ണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിൽ വരുന്ന ദിവസം, അത് 22 ഡിസംബർ. അതെന്തായിരുന്നു? ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച ഇക്വിനോക്സാണ് പഠിച്ചത്. ഇക്വിനോക്സ് എന്തായിരുന്നു? ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്. അതായത് ഇക്വിനോക്സ് പറഞ്ഞാൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിനോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്. ഏതാണോ ഈക്വൽ ഡേ ഈക്വൽ നൈറ്റ് വരുന്നത് അത്. ഇനി ഏറ്റവും മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ജൂണിൽ നോർത്ത് ഹോട്ടായിരിക്കും, ഡിസംബറിൽ സൗത്ത് ഹോട്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഇത് ഓർത്ത് വെച്ചാൽ മതി എല്ലാവരും. ഇത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എല്ലാ ദിവസവും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. സോ ഇത് ഒരു മിനിറ്റ്, ഇത് ഇങ്ങനെ മാർക്ക് ചെയ്താൽ പോരാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണിത് ഇക്വിനോക്സ്. അല്ല ഇതല്ല, സോറി ഇതല്ല, ഇത് ജൂണിൽ നോർത്ത് ഹോട്ടായിരിക്കും, ഡിസംബറിൽ സൗത്ത് ഹോട്ടായിരിക്കും. ഇത് മാത്രം അർത്ഥം വെച്ചാൽ മതി. ഇത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. സോ ജൂണിൽ നോർത്ത് ഹോട്ടായിരിക്കും, ഡിസംബറിൽ സൗത്ത് ഹോട്ടായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ മൊത്തം ടോപ്പിക്സ്. നമ്മളിപ്പോൾ വേൾഡ് ജോഗ്രഫിയിലെ വലിയൊരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്.
ഓക്കെ, മൂവ്മെൻറ്റ് ഓഫ് എർത്ത് എന്ന വലിയ ടോപ്പിക് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് എന്തൊക്കെ പഠിച്ചു, ഒരു മിനിറ്റ് നമുക്ക് എന്തൊക്കെ പഠിച്ചെന്ന് റിവൈസ് ചെയ്യാം. സോ നമ്മളിന്ന് പഠിച്ച ടോപ്പിക്കുകളാണ് ഇത്രയും ടോപ്പിക്. ഓക്കെ, അതായത് റൊട്ടേഷൻ ഓഫ് എർത്ത് മുതൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ കളിച്ചു. അതായത് മൊത്തം മെയിൻ 7 ടോപ്പിക്സുകളും അതിൻ്റെ സബ് ടോപ്പിക്കുകളായിട്ട് മൊത്തം 3 വെച്ചിട്ട് ഏകദേശം 21 ടോപ്പിക്ക് 24 ടോപ്പിക്കിനടുത്ത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് മൊത്തം നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തരുന്നു, ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു. സോ ഇതുപോലുള്ള മോർ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, സോ രക്ഷ ഡിഫൻസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.